ഈ ഉത്തരേന്ത്യയിലെ ഈ പള്ളികൾ മറച്ചു വെച്ച ചിത്രം ഉണ്ടല്ലോ, അത് കേരളത്തിൽ വേറെ രീതിയിൽ പിന്നെ ന്യൂസിലൊക്കെ വന്നിരുന്നു. ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അതായത് ഒരു ഭാഗത്ത് ഉത്തരേന്ത്യയിലെ മറച്ച പള്ളീൻ്റെ ചിത്രം, പിന്നെ കേരളത്തിലെ ഏതോ ഒരു പള്ളിയിൽ ഇതിന് സൗകര്യം ചെയ്തു കൊടുത്ത് തിരുവനന്തപുരത്ത് പൊങ്കാല നടക്കുന്ന ഏതൊരു സ്ഥലം പൊങ്കാല ഇതിനല്ല പൊങ്കാലക്ക് അല്ലേ, പൊങ്കാലക്ക് സൗകര്യം ചെയ്തു കൊടുത്ത ഒരു പള്ളിയുടെ ഫോട്ടോ. ഉത്തരേന്ത്യയിൽ അങ്ങനെ, കേരളത്തിൽ ഇങ്ങനെ. അപ്പോൾ ഇതാണ് കേരളം എന്നത്. അതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ 2-1 എടുക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഇല്ല മുസ്ലിങ്ങൾ. അതും കൂടി നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. ഒന്നുകിൽ വേറെ ആഘോഷങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ വീടിൻ്റെ ഉള്ളിലിരിക്കുക, നിങ്ങൾ ആരാധനാലയങ്ങളൊക്കെ മറക്കുക. അല്ലെങ്കിൽ അതേ ആഘോഷങ്ങൾ നടത്താൻ വേണ്ടി ആരാധനാലയങ്ങളൊക്കെ തുറന്നു കൊടുക്കുക. ഇത് ഇങ്ങനൊരു വായന ഉണ്ടല്ലോ, അതൊരു വിശാലാർത്ഥത്തിൽ പിന്നെ ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസം ആണ് അതിൻ്റെ അടിയാധാരം. മുസ്ലിം പള്ളികൾ എന്ന് പറഞ്ഞാൽ അന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ. അതായത് പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അവനെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. പക്ഷേ എനിക്ക് ആ ഏകദൈവ ആരാധനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ അവിടെ വെച്ച് നടത്താൻ പാടില്ല. അത് പാടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരൊറ്റ ആരാധനാലയം മതി, പോരെ? ഒരൊറ്റ ആരാധനാലയം മതി. എന്തിനാ നമ്മൾ വേറെ ഭൂമി വാങ്ങണത്? എന്തിനാ വേറെ ആർക്കിടെക്ചർ നിർമ്മിക്കേണ്ട കാര്യം എന്താ? എല്ലാവർക്കും ഒന്ന് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വെള്ളിയാഴ്ച ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര സൗഹാർദ്ദമായിട്ട് പോകാമല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. അതിന് അസ്തിത്വമുണ്ട്. ആ അസ്തിത്വത്തിൽ നിൽക്കാൻ മുസ്ലിങ്ങൾക്ക് അനുവദിക്കപ്പെടുമ്പോൾ മാത്രമാണ് എന്ത് യഥാർത്ഥത്തിൽ മതസ്വാതന്ത്ര്യം ഇവിടെ അനുവദിക്കുന്നുള്ളൂ എന്ന് നമ്മൾ പറയേണ്ടത്. അതുപോലെ ഹൈന്ദവ വിശ്വാസികൾക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും അവരുടേതായ ചില കസ്റ്റംസുകൾ ഉണ്ടാവും. അതിനെ പൊള്ളിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, മുസ്ലിങ്ങളുടെ സംഗതി അവിടെ നടക്കാൻ പാടില്ല. അത് നടക്കണമെന്ന് മുസ്ലിങ്ങൾ വാശി പിടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഇവർ ഇതിനെ അനുവദിക്കണില്ല. അത് മതമൈത്രിക്കെതിരാണ്, ഇവർ മഹാ തീവ്രവാദികളാണ്, ഇവർ സമൂഹത്തിൽ ലയിച്ചു ചേരാത്ത ആൾക്കാരാണ് എന്ന് ഒരു ക്ഷേത്രത്തിനെ പറ്റിയെങ്ങാണ്ട് മുസ്ലിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ലല്ലോ. അതേപോലെ തിരിച്ചും പറയാൻ പാടില്ല. നമ്മൾ അവരവരുടെ ആശയത്തിലും ആദർശത്തിലും ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ളവരോട് സഹാനുഭൂതിയോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി പെരുമാറുകയാണ് യഥാർത്ഥത്തിൽ. അതിനെയാണ് മതസ്വാതന്ത്ര്യം സൗഹാർദ്ദം എന്ന് മനുഷ്യ സൗഹാർദ്ദം എന്ന് പറയുന്നത്. കാരണം മതങ്ങൾ തമ്മിൽ ലയിച്ചുകൊണ്ടും എല്ലാ ആരാധനകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടുമാണ് ഇവിടെ സൗഹാർദ്ദം ഉണ്ടാകേണ്ടത് എന്ന അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഇതിൻ്റെ ഉള്ളിൽ കൂടി നല്ലോണം കടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ന്യൂസിലൊക്കെ വരുന്ന രൂപം അതാണ്. ഞാൻ പറഞ്ഞത്, ഒന്നുകിൽ നിങ്ങൾ മൂടി പൊതച്ച് നിൽക്കുക, അല്ലെങ്കിൽ എല്ലാത്തിനും തുറന്നു കൊടുക്കുക. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തൊരവസ്ഥയിൽ കേരളം പോലും ചിന്തിക്കുന്നു എന്നത് വളരെ ഗൗരവമാണ്. ഞാനിത് പറയുമ്പോൾ ഇനി ഇവർ ഇതും പിന്നെ മോശമായിട്ട് പറയാണ്, ഇവർ സൗഹാർദ്ദമില്ലാത്ത ആൾക്കാരാണ് എന്നൊക്കെ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. പക്ഷേ ആ ചിന്ത ആര് ചിന്തിച്ചാലും വേണ്ടില്ല. ഈ വിഷയം നമ്മൾ കൃത്യമായി സൂചിപ്പിച്ചും ചൂണ്ടിക്കാണിച്ചും പോയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം അനുസരിച്ച്, ഏകദൈവവിശ്വാസം അനുസരിച്ച്, ഇസ്ലാമിക് ഐഡൻറ്റിറ്റി അനുസരിച്ച് ഒരാൾ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ജീവിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിലൊക്കെ അവർ തീവ്രവാദികളായി വാഴ്ത്തപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവുക. ഈവൻ മുസ്ലിങ്ങളടക്കം എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്താ അപ്പോൾ അതിനൊക്കെ വിട്ടുകൊടുത്താൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. എന്നാൽ മാനുഷികമായ ഒരു പ്രശ്നം അത് ഇത് നമ്മൾ മതം നോക്കേണ്ട കാര്യമില്ല. ഒരാൾക്ക് പിന്നെ സഹായിക്കണം, അല്ലെങ്കിൽ സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വന്നു, പ്രയാസം വന്നു, അത് നമ്മുടെ അയൽവാസിയാകട്ടെ ആരാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരാൾ, അയാളുടെ ഐഡൻറ്റിറ്റി കാർഡ് നോക്കിയിട്ടെന്നല്ല അയാളെ ആശുപത്രി കൊണ്ടുള്ള അവസ്ഥ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കണ സമയത്ത് പിന്നെ കടമുണ്ടായിരുന്നു, പണയത്തിലായിരുന്നു. ആരെടുത്താ പണയത്തിൽ വെച്ച്? ഒരു ജൂതൻ്റെ അടുക്കലാണ് പണയം വെച്ച്. അതിൻ്റെ അർത്ഥം എന്താ? സാമ്പത്തികമായ ബന്ധങ്ങൾ ജൂതനാണെങ്കിലും പ്രവാചകൻ നടത്തിയിട്ടുണ്ട്. ശരിക്കും നബിക്ക് സ്വന്തം അനുചരന്മാരോട് പറഞ്ഞാൽ കിട്ടാത്ത കാശൊന്നുമില്ല, ഒരു പണയം വെക്കേണ്ട വെറുതെ കിട്ടും. പക്ഷേ അവനവൻ്റെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ച് അത് ഉള്ളത് കൊണ്ട് ജീവിക്കുക എന്നുള്ള നിലക്കാണ്. അതിന് ഇടപാട് നടത്തിയത് ആരോടാ? ഒരു ജൂതനോടാണ്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ, മറ്റു കാര്യങ്ങൾ, അതൊക്കെ മറ്റു മതവിഭാഗങ്ങളോടൊക്കെ നടത്താം, അതിലൊക്കെ നമ്മൾ സഹകരിച്ച് പോകാം. പക്ഷെ ആരാധനയുടെ കാര്യം ലക്കും ദീനുക്കും
വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഇത് പറഞ്ഞു നിൽക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇന്ത്യയിൽ ബാക്കിയാകണം. ഈ ചർച്ചയൊക്കെ പാടെ വന്നിട്ട് ഈ രീതിയിലേക്ക് സെറ്റ് ചെയ്യാൻ പാടില്ല. 2 ഓപ്ഷനല്ല, 3ാമത്തെ ഓപ്ഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം. ചില ആളുകൾ നിങ്ങൾക്ക് എന്താ അതേപോലെ ആയിക്കൂടെ, അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ചില മാതൃക തോന്നിപ്പിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ച് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. അല്ല, ആ ചോദ്യം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. ഇതാരും പറയാൻ ധൈര്യപ്പെടില്ല. ഇത് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള പിന്നെ പേടിയിരിക്കും. അപ്പോൾ അത് പക്ഷേ ഇത് നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇത് തെറ്റായ ആഖ്യാനത്തിലേക്ക് പോകും.